വെഞ്ഞാറമൂട് കൊല്ലപ്പെട്ട 5 പേർക്കും നാടിന്റെ യാത്രാമൊഴി. പ്രതി അഫാന്റെ കുടുംബാംഗങ്ങളായ 4 പേരുടെ മൃതദേഹം താഴേപ്പാങ്ങോട് ജുമാ മസ്ജിദിലും അഫാന്റെ പെൺസുഹൃത്ത് ഫർസാനയുടെ മൃതദേഹം ചിറയൻകീഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിലുമാണ് ഖബറടക്കിയത്. പൊതുദർശനത്തിനു ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഖബറടക്കം. വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന 23-കാരന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നാട് കണ്ണീരോടെ യാത്രാമൊഴി നൽകി. അഫാന്റെ പെൺസുഹൃത്തായ ഫർസാനയുടെ സംസ്കാരമാണ് ആദ്യം നടന്നത്. വൈകിട്ടോടെ ചിറയൻകീഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. 5 മണിയോടെ അഫാന്റെ പിതൃസഹോദരനായ അബ്ദുൽ ലത്തീഫിന്റെയും സാജിദ ബീഗത്തിന്റെയും സൽമ ബീവിയുടെയും മൃതദേഹങ്ങൾ താഴേപ്പാങ്ങോട് ജുമാ മസ്ജിദിലെത്തിച്ചു. അധികം വൈകാതെ അഫ്സാന്റെയും. പിന്നീട് കണ്ടത് അതിവൈകാരികമായ കാഴ്ചകൾ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, AR റഹീം MP, V ജോയ് MLA തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അന്തിമോപചാരമർപ്പിച്ചു. വൈകിട്ട് 6:30ഓടെ 4 പേരുടെയും ഖബറടക്കം പൂർത്തിയാക്കി. ഇതിനിടെ പ്രതിയുടെ ഉമ്മ ഷമീനയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നതാണ് ആശ്വാസവാർത്ത. കൂട്ടക്കൊലയുടെ ചുരുളഴിക്കാനും കൊലയിലേക്ക് നയിച്ച കാരണങ്ങളിൽ വ്യക്തത വരുത്താനും ആരോഗ്യം വീണ്ടെടുക്കുന്ന ഉമ്മയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.